തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഇഡി കഥ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാണ് രാജ്യത്തെ എതിർ ശബ്ദങ്ങളെ ചവിട്ടിമെതിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമായിരുന്നു ആ കഥ. പ്രതിപക്ഷത്തെ ഉന്മൂലനം ചെയ്ത് ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ വലിച്ചടുപ്പിക്കുകയാണ്. അന്വേഷണ ഏജൻസികളെ മുൻനിർത്തി BJPയിൽ ചേരുകയോ ജയിലിൽ കിടക്കുകയോ വേണ്ടതെന്ന ഓഫറാണ് പ്രതിപക്ഷ കക്ഷികൾക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുന്നത്. ആദ്യം ഓപ്പണായി തന്നെ അങ്ങ് പറയും, പിന്നെ പണവും പദവിയും വെച്ചു കൊടുക്കും. അതിനും വഴങ്ങിയില്ലെങ്കിൽ പിന്നെ അന്വേഷണ ഏജൻസികൾ എന്ന വേട്ടനായികൾക്ക് ഇട്ടുകൊടുക്കുകയാണ് പതിവ്. ഈ പ്ലാൻ വളരെ ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതാണ്. ഏജൻസികൾക്ക് തോന്നുന്നത് ചെയ്യാൻ അധികാരം നൽകുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തിയതു മുതൽ ഈ ആസൂത്രണം വെളിപ്പെട്ടതുമാണ്. ഒരു കാരണവശാലും പരാജയപ്പെടരുതെന്ന മുൻ നിശ്ചയപ്രകാരം ബില്ല് മണി ബില്ലായി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ചർച്ചയും അനുവദിക്കപ്പെട്ടില്ല. അങ്ങനെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായി നിയമം ഒളിച്ചു കടത്തിയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരം നൽകിയത്. അന്വേഷണ ഏജൻസികളുടെ പ്രധാന പോരായ്മ ഇവയൊന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ല എന്നുള്ളതാണ്. കേവലം ഭരണ നേതൃത്വത്തിൻ്റെ ഉത്തരവിലൂടെ നിലവിൽ വരുന്നവയാണ് ഇവ. അതുകൊണ്ട് തന്നെ ഇവയെ കേന്ദ്ര സർക്കാരുകളുടെ ചട്ടുകമാക്കാൻ വളരെ എളുപ്പമാണ്. ഭരണ നേതൃത്വം എന്താജ്ഞാപിക്കുന്നുവോ അത് നിർവഹിക്കുക എന്നതാണ് അവരുടെ ദൗത്യം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവും 1999 വിദേശ നാണയ വിനിമയ നിയമവും നടപ്പിലാക്കുന്ന അന്വേഷണ ഏജൻസിയാണ് ED. കള്ളപ്പണം വെളുപ്പിക്കലും വിദേശ നാണ്യ ലംഘനങ്ങളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളും അന്വേഷിക്കേണ്ട ED അതൊഴിച്ച് ബാക്കി എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. സ്വത്തുവകകൾ കണ്ടെത്തി പിടിച്ചെടുത്ത് വഞ്ചിക്കപ്പെട്ടവർക്ക് തിരിച്ചു നൽകുക എന്നതാണ് EDയുടെ പ്രവർത്തനോദ്ദേശ്യം. അത് എത്രമാത്രം നടക്കുന്നുണ്ടെന്ന് പരിശോധിച്ചാൽ ആ ഗ്രാഫ് കുത്തനെ താഴ്ന്നിരിക്കുന്നത് കാണാം. സമ്പൂർണ്ണ പരാജയമാണ്. മോദിയുടെ ഭരണത്തിൽ പ്രധാന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ED രജിസ്റ്റർ ചെയ്ത 138 കേസിൽ 127 കേസും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ളതാണ്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇതുവരെ രജിസ്റ്റർ ചെയ്ത 6000-ഓളം കേസുകളിൽ ആകെ ശിക്ഷിക്കപ്പെട്ടത് വെറും 34 കേസുകളിലാണ്. ശിക്ഷാ നിരക്ക് 0.58% മാത്രം. സർക്കാരിനെ വിമർശിക്കുന്നവരെയും മാധ്യമങ്ങളെയും ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണത്തിനായി ഏജൻസികളെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നിയമത്തിനു കീഴിൽ നിന്നും മാത്രം ED പ്രവർത്തിച്ചാൽ മതിയെന്നും നിയമത്തിന് അപ്പുറം പോയി സ്വയം നിയമമായി മാറുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും സുപ്രീം കോടതിക്ക് തന്നെ EDയെ വിമർശിക്കേണ്ടി വന്നത്. അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുൻ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ സത്യപാൽ മാലിക്കിനെതിരെയുള്ള അന്വേഷണം. 2019 തെരഞ്ഞെടുപ്പിൽ മോദി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചതിനാലാണ് മാലിക് മോദിയുടെ വേട്ടനായ്ക്കളുടെ ഇരയാകുന്നത്. ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചില ED കഥകൾ കൂടി പറയാം. യഥാർത്ഥത്തിൽ ED അന്വേഷിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം.